പീസ് ആൻഡ് ജോയ്. ബെർണാഡ് അതിരാവിലെ എഴുന്നേറ്റ് ഫ്രാൻസിസിനോട് ചോദിച്ചു, അങ്ങയെപ്പോലെ ആകുവാൻ, അങ്ങയെപ്പോലെ ദൈവത്തിൽ ആനന്ദിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഫ്രാൻസിസ് ബെർണാഡിനോട് പറഞ്ഞു, ബെർണാഡ്, ഇന്നലെ നിക്കോളാസിൻ്റെ ദേവാലയത്തിന് അടുത്തുള്ള, വിശുദ്ധ നിക്കോളാസിൻ്റെ ദേവാലയത്തിന് അടുത്തുള്ള പീറ്റർ കഥാനി എന്നോട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. അദ്ദേഹം വലിയ പണ്ഡിതനാണ്, അങ്ങേക്കറിയാമല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളെപ്പോലെ പണ്ഡിതരും വിജ്ഞാനമുള്ളവരുമായിട്ടുള്ളവരോട് ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക? നമുക്ക് ഈശോയോട് തന്നെ ചോദിക്കാം. വേഗം നമുക്ക് പീറ്ററിൻ്റെ അടുത്തേക്ക് പോകാം. അവർ രണ്ടുപേരും ഒരുമിച്ച് പീറ്റർ കത്താനിയുടെ അടുക്കിലേക്ക് പോയി. പീറ്റർ കത്താനി പ്രഭാതത്തിൽ അവരെ കാത്തിരിക്കുകയായിരുന്നു. അവരൊരുമിച്ച് വിശുദ്ധ നിക്കോളാസിൻ്റെ ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലിയിൽ പങ്കുചേർന്നു. വിശുദ്ധ ബലിക്ക് ശേഷം ആ വിശുദ്ധ ബലിയിൽ ഉടനീളം അവർ പ്രാർത്ഥിച്ചത്, കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വെളിച്ചം തരണമേ, ബോധ്യം തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അതിനുശേഷം അവർ വൈദികനെ സമീപിച്ച്, അന്നുകാലത്ത് തിരുവചന ഗ്രന്ഥങ്ങളൊക്കെ അധികമുണ്ടായിരുന്നില്ല, ഒന്നുകിൽ കയ്യെഴുത്ത് പ്രതികളായിരിക്കാം, അവയൊക്കെ തന്നെ ഓരോ ദേവാലയങ്ങളിലോ അല്ലെ പ്രധാനപ്പെട്ട സന്യാസ ഭവനങ്ങളിലോ മാത്രമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ വൈദികനോട് ചോദിച്ചു, സുവിശേഷ ഗ്രന്ഥം ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തുറന്ന് വായിക്കാമോ? ഫ്രാൻസിസിന്റെ കൈകളിലേക്ക് സുവിശേഷ ഗ്രന്ഥം എടുത്തു കൊടുത്തിട്ട് അദ്ദേഹം തുടർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള കൃതജ്ഞതാ അർപ്പണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം മാറിപ്പോയി. ഫ്രാൻസിസ് പ്രാർത്ഥനാപൂർവം അവരോട് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പീറ്ററിനോടും ബെർണാഡിനോടും ഒപ്പം തിരുവചനം തുറന്നു. ഫ്രാൻസിസിന് കിട്ടിയ തിരുവചന ഭാഗം നമ്മൾ പരിശുദ്ധാത്മാവ് എത്ര തീഷ്ണതയോടുകൂടിയാണ് തൻ്റെ സ്വരം കേൾക്കാൻ തയ്യാറാകുന്നവരോട് സംസാരിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ്. പീറ്ററിന് ഫ്രാൻസിസ് വിശുദ്ധ ഗ്രന്ഥം തുറന്നതേ തന്നെ ലഭിച്ചത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ളതാണ്. നിങ്ങൾ പരിപൂർണനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെ തന്നെ പരിത്യജിച്ച് നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നുള്ള തിരുവചന ഭാഗമാണ്. ഫ്രാൻസിസ് അത്ഭുതത്തോടുകൂടി അവരുടെ കണ്ണുകളിലേക്ക് നോക്കി. കാരണം തൻ്റെ ചുറ്റും നിൽക്കുന്നവർ വലിയ സമ്പന്നരാണ്. വീണ്ടും അദ്ദേഹം തിരുവചന ഗ്രന്ഥത്തിലേക്ക് നോക്കാതെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും തിരുവചന ഗ്രന്ഥം തുറന്നപ്പോൾ കിട്ടിയത്, കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വടിയോ ഭാണ്ഡമോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചത്. ഫ്രാൻസിസ് വീണ്ടും അവരുടെ കണ്ണുകളിലേക്ക് നോക്കി. നിറഞ്ഞ കണ്ണുകളോടെ അവർ വീണ്ടും ആകാംക്ഷയോടെ ആഗ്രഹത്തോടെ കാതോർക്കുകയാണ്. വീണ്ടും അവർക്ക് കിട്ടിയ തിരുവചന ഭാഗം ഇതാണ്, നീ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ, എൻ്റെ പിന്നാലെ വരുവാൻ മനസ്സുള്ളവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക. 3 തിരുവചന ഭാഗങ്ങളും ഫ്രാൻസിസിൻ്റെ ഹൃദയത്തെ മാത്രമല്ല, അവരുടെ ഹൃദയത്തെ ശക്തമായിട്ട് തൊടുന്ന തിരുവചന ഭാഗങ്ങളായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള ആ അവസാന തിരുവചന ഭാഗവും ശ്രവിച്ചതിന് ശേഷം അവർ നിറഞ്ഞ കണ്ണുകളോടെ പരസ്പരം നോക്കി. ഫ്രാൻസിസ് പറഞ്ഞു, ഇതിലും മനോഹരമായിട്ട് എനിക്ക് എങ്ങനെയാണ് നിങ്ങളോട് സംസാരിക്കാനാവുക? ഇത് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചതല്ലേ? നമ്മൾ ചെയ്യേണ്ട കാര്യവും ഇത് തന്നെയല്ലേ? അവർക്ക് മറ്റൊന്നും എതിർത്ത് പറയാനായിട്ട് സാധിച്ചില്ല. വളരെ സന്തോഷത്തോടു കൂടി വലിയ ധനാഢ്യരായിട്ടുള്ള ആ വ്യക്തികൾ സ്വന്തം വീടുകളിലേക്ക് പോയി. പീറ്റർ കത്താനി തൻ്റെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് പെട്ടെന്ന് തന്നെ കൊടുത്തു തീർത്തു. അതേസമയം ബെർണാഡിന് വളരെയധികം സ്വത്തുണ്ടായിരുന്നു. ഒരാഴ്ചക്കാലം സമയമെടുത്തു എന്നാണ് പറയുക അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളൊക്കെ എണ്ണി തിട്ടപ്പെടുത്തുന്നതിനും വിൽക്കുന്നതിനും ഒക്കെയായി. അതിനുശേഷം അത് അറിയിച്ച ദിവസം ദരിദ്രരായിട്ടുള്ളവർ അവരുടെ വീട്ടിലേക്ക് വന്നു. ഫ്രാൻസിസ് അതെല്ലാം അവരോടൊപ്പം, പീറ്ററിനോടൊപ്പം ബെർണാഡിനോടൊപ്പം അതെല്ലാം ദരിദ്രർക്കായിട്ട് ദാനം ചെയ്തു. ഞങ്ങൾക്കിനി ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ വയലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധി കണ്ടെത്തി. ഇനി ഞങ്ങളുടെ നിധി സ്വർഗമാണ്, ഞങ്ങളുടെ നിക്ഷേപം സ്വർഗമാണ്, ദൈവമാണ് ഞങ്ങളുടെ സമ്പത്ത് എന്നുള്ള വലിയ സന്തോഷത്തോടെ വലിയ സമാധാനത്തോടെ അവരതെല്ലാം എടുത്ത് ദരിദ്രർക്ക് വിതരണം ചെയ്യുക. ആ അവസരത്തിൽ അതിലെ സിൽവസ്റ്റർ എന്ന് പേരുള്ള ഒരു വൈദികൻ കടന്നുപോയി. ആ വൈദികൻ ഒരിക്കൽ ഫ്രാൻസിസ് സന്താമയ്യാനോ ദേവാലയം പണിയാൻ നേരത്ത് കല്ല് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി ചോദിച്ചിരുന്നു. അദ്ദേഹം തൻ്റെ അവകാശത്തിലുള്ള സ്ഥലത്തുണ്ടായിരുന്ന കല്ല് പകുതി വിലയ്ക്ക് ഫ്രാൻസിസിന് കൊടുത്തു. കാരണം അവൻ ചെയ്യുന്നൊരു നല്ല കാര്യമല്ലേ, അവൻ ദരിദ്രനാണല്ലോ, അവൻ ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചത് നല്ല കാര്യം. അതുകൊണ്ട് പകുതി വിലയ്ക്കാണ് കല്ല് കൊടുത്തത്. സിൽവസ്റ്റർ നോക്കിയപ്പോൾ വളരെയധികം സമ്പത്തിത വെറുതെ വാരിക്കോരി ജനങ്ങൾക്ക് കൊടുക്കുക. മേടിക്കുന്നവൻ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല. അദ്ദേഹം ഓർത്തു, എൻ്റെ കയ്യിലുണ്ടായിരുന്ന കല്ല് പാതി വിലയ്ക്കാണ് ഞാൻ ഇവർക്ക് കൊടുത്തത്, ഇതുപോലെ ദൂർത്തടിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇവർക്കിതെല്ലാം? അദ്ദേഹം ചെന്നിട്ട് ഫ്രാൻസിസിനോട് പറഞ്ഞു, ഫ്രാൻസിസ്, എൻ്റെ കല്ലിൻ്റെ പകുതിയല്ലേ നീ എനിക്ക് തന്നുള്ളൂ? ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അതിനുശേഷം ഒരു പിടി നാണയം വാരിയെടുത്ത് അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് കൊടുത്തിട്ട് ചോദിച്ചു, അച്ഛാ, അങ്ങേക്ക് ഇത് മതിയോ? അദ്ദേഹം
ആകെ പരിഭ്രമിച്ചു പോയി. ആ സമ്പത്ത് അത് എറിഞ്ഞു കളയണമോ അവരുടെ തന്നെ ഇട്ടിട്ട് പോകണോ അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. അതുമായിട്ട് അദ്ദേഹം പറഞ്ഞു, മതി, ഇത് ധാരാളമാണ്. എന്നിട്ട് അദ്ദേഹം തിരികെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക്, വൈദിക മന്ദിരത്തിലേക്ക് പോവുകയാണ്. നമ്മൾ പിന്നീട് ഈ സിൽവസ്റ്റർ അച്ഛനെ നമ്മൾ കാണുന്നുണ്ട്. ഫ്രാൻസിസിന് മുന്നിൽ കടന്നു വന്നവരും ഫ്രാൻസിസിന് മുന്നിലേക്ക് ചെന്നവരും ക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് വന്നവരെ പോലെ തന്നെയായിരുന്നു. നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, ഈശോയുടെ മുമ്പിലേക്ക് കടന്നു വന്നവരും ഈശോ കടന്നു ചെന്നവരും രക്ഷ അനുഭവിക്കുന്നവരാണ്. തുറവിയുള്ളവരൊക്കെ രക്ഷ അനുഭവിക്കുന്നവരാണ്. കർത്താവ് അവനെ ഒരു സുവിശേഷമായിട്ട് എടുത്ത് ഉപയോഗിക്കുകയായിരുന്നു. നമ്മുടെ എല്ലാ ജീവിതത്തിലെ ഈ വലിയ സാധ്യത കിടപ്പുണ്ട്. ക്രിസ്തുവിൻ്റെ സുവിശേഷമായി തീരാനും ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാനുമുള്ള വിളി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനായിട്ട് സമർപ്പിക്കുക. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.